അവിടെ നിന്ന് ആരംഭിക്കുകയാണ് ഓരോന്നോരോന്നായി. ഇതിനിടയിൽ ചില പ്രതീതികൾ സൃഷ്ടിക്കാനും സോഷ്യൽ മീഡിയയെ ബോധപൂർവം ഉപയോഗപ്പെടുത്തുന്നുണ്ട് പലരും. അത് ചില അമൂർത്തമായ കാര്യങ്ങൾ പറഞ്ഞ് വിശദാംശങ്ങളിലേക്ക് കടന്നു പോകാതെ ഒരു പുകമറ സൃഷ്ടിക്കുക. അത്തരക്കാർ കുറെ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ പോലും അറിയാത്ത ഒരാളാണ് ഇയാൾ എന്ന്. എന്താണ് അതിന്റെ പിന്നിലുള്ള കഥ? നിയമസഭാ രേഖകൾ സാക്ഷിയാണ്. നിയമസഭയിൽ ഒരിക്കൽ നടന്ന ഒരു ചർച്ചയിലാണ് പ്രതിപക്ഷ നേതാവുമായി ഒരു തർക്കമുണ്ടാവുന്നത്. അതിനെ തുടർന്ന് ആജ്ഞാനുവർത്തികളായ കൂലിപ്പടയാളികൾ, അടിമവേലക്കാർ നവമാധ്യമങ്ങളിൽ ഒരു വലിയ പ്രചാരവേല അഴിച്ചുവിട്ടു. സ്റ്റേറ്റ് എന്ന് മാത്രമേ പറയൂ, അതിനെ സംബന്ധിച്ച് മറ്റൊന്നും പറയില്ല. ഇത്തരം പുകമറകൾക്ക് പലപ്പോഴും മറുപടി പറയാൻ നിൽക്കാത്തത് ഇത്തരക്കാർ ഒരു സൗകര്യമായി എടുക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്തായിരുന്നു ആ തർക്കം? ആ തർക്കം ആർട്ടിക്കിൾ 293 ഇന്ത്യൻ ഭരണഘടന, അതാണ് അന്ന് നിയമസഭയിൽ തർക്ക വിഷയമായി മാറിയത്. എന്താണ് ആർട്ടിക്കിൾ 293? അത് ബോറോയിങ് ബൈ സ്റ്റേറ്റ്, അതാണ് സംസ്ഥാനങ്ങളുടെ കടമെടുപ്പിനെ സംബന്ധിച്ചാണ് പറയുന്നത്. 292 കേന്ദ്രത്തിന്റെ കടമെടുപ്പിനെ കുറിച്ചാണ്. 293 അന്ന് തർക്ക വിഷയമാവാൻ കാരണം കിഫ്ബി കടമെടുക്കുന്നത് ഇതിന്റെ പരിധിയിൽ വരുമോ എന്നതാണ് പ്രശ്നം. പരിഹസിക്കുന്നവർ പലപ്പോഴും ഈ കാര്യം എന്ത് എന്ന് അന്വേഷിക്കുന്നില്ല. ആർട്ടിക്കിൾ 293 പരിധിയിൽ കിഫ്ബിയുടെ കടമെടുപ്പ് വരില്ല എന്നും 293 ബോറോയിങ് ബൈ സ്റ്റേറ്റ് ആണ്, സംസ്ഥാനങ്ങളുടെ കടമെടുപ്പാണ്, അതിന്റെ പരിധിയിൽ കിഫ്ബി വരില്ല എന്നാണ് എന്റെ വാദം. എന്തുകൊണ്ട്? സ്റ്റേറ്റിന്റെ നിർവചനത്തിൽ കിഫ്ബി പെടുമോ എന്നാണ് ചോദ്യം. പെടില്ല എന്നാണ് അന്നത്തെ അഭിപ്രായം, ഇന്നത്തെ അഭിപ്രായം, എന്നത്തെയും അഭിപ്രായം. എന്തുകൊണ്ട് പെടില്ല? പ്രതിപക്ഷം ഉൾപ്പെടെ എല്ലാവരും കൈകോർത്ത് പാസാക്കിയ നിയമമാണ് കിഫ്ബി നിയമം. കിഫ്ബി നിയമത്തിന്റെ സെക്ഷൻ 4 സബ് ക്ലോസ് 2 പ്രകാരം കിഫ്ബിയെ നിർവചിക്കുന്നുണ്ട്. കിഫ്ബി എന്ന ബോർഡിനെ നിർവചിക്കുന്നത് ദ ബോർഡ് ഷാൽ ബി എ ബോഡി കോർപ്പറേറ്റ് എന്നാണ്. കിഫ്ബി എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ് ആണ് എന്നല്ല, ഒരു ബോഡി കോർപ്പറേറ്റ് ആണ് എന്നാണ്. അതാണ് നിയമസഭയിൽ ചൂണ്ടിക്കാണിച്ചത്. സ്റ്റേറ്റിന്റെ പരിധിയിൽ കിഫ്ബി പെടില്ല, കിഫ്ബി ബോഡി കോർപ്പറേറ്റ് ആണ് എന്നാണ്. ഇത് എക്കാലത്തെയും അഭിപ്രായമാണ്. അത് കിഫ്ബി നിയമത്തെയും ഇന്ത്യൻ ഭരണഘടനയെയും മുന്നിൽ വെച്ചുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ പരിഹസിക്കുന്നവർക്ക് എന്താണ് പരിഹസിക്കുന്നതെന്നറിയില്ല. പരിഹസിക്കണം എന്ന് നിർബന്ധമാണെങ്കിൽ തീർച്ചയായും അതാരെയാണ് പരിഹസിക്കേണ്ടത് എന്ന് ഈ വിഷയം പരിശോധിച്ചാൽ എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും. ഇതിപ്പോൾ പറയേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു രസകരമായ വിവാദം എന്ന് തോന്നിയതുകൊണ്ട് എങ്ങനെയൊക്കെയാണ് കള്ളന്മാർ പ്രതീതി സൃഷ്ടിക്കുന്നത് എന്ന് മുന്നിൽ തെളിഞ്ഞു വരുമ്പോൾ ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. സുഹൃത്തുക്കളെ, അന്ന് നിയമസഭയിൽ പറഞ്ഞ കിഫ്ബിയെയും സ്റ്റേറ്റിനെയും കടമെടുപ്പിനെയും കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിലപാടുകൾ എല്ലാ കാലത്തുമുള്ള നിലപാടാണ്. ആ നിലപാടിൽ നിന്ന് ഞങ്ങളാരും പുറകോട്ടു പോയിട്ടില്ല. അതിന്റെ പേരിൽ വിവാദമുണ്ടാക്കുന്നവരെ നയിക്കുന്നത് എന്ത് താല്പര്യമാണ് എന്ന് എല്ലാവർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നതുമാണ്.